പല്ലിക്കൊല്ലണ്ട, ചത്ത് കിടക്കേ. വെറുതെ നാൽക്കാലിനെ കൊല്ലാൻ വേണ്ടി രാവിലെ വന്നുള്ളൂ. എന്താ കാര്യം? ചേട്ടാ ഒരു ചായ. ചായ മധുരം കൂട്ടി, പാല് കൂട്ടി, തേയില ഇടണ്ട. കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് കൊണ്ടിട്ട് പാൽപ്പായസം ആക്കി തരട്ടെ. എങ്ങനെയാ ചായ ചോദിക്കണേ രാവിലെ വന്ന്? അല്ലേട്ടാ, ചേട്ടാ ഭയങ്കര ചായ അടിക്കാരനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ചായയടി. ചായയടി മാത്രമല്ല, പിന്നെ ചായയടി ഉണ്ട്, പഞ്ചാരടി ഉണ്ട്, വൈകുന്നേരം ചാരായടി ഉണ്ട്, ആശുപത്രിയിലെ കുഞ്ചുർത്ത് കൂമ്പിനടി ഉണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടാ എനിക്കൊരു സ്പെഷ്യൽ ചായ. സ്പെഷ്യൽ ചായ? ആ ഗംഗാറിന്റെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരാ. അപ്പൊ സ്പെഷ്യൽ ചായ എടുക്കാം കേട്ടോ. അവിടെ ഇരിക്കും. ശരി. ആഹാ, നമ്മൾ ഈ ചായ പണ്ട് പോലെ നമ്മൾ വെറൈറ്റി ആയിട്ട് എടുത്തെടുത്ത് ശീലിച്ചേ. ചായയുടെ ചേട്ടാ ചായ ഇല്ലല്ലോ. ആ വരും വരും. എങ്ങോട്ടാ പോയത് പണ്ടാരോ ഒന്ന് ആലോചിക്കും. അങ്ങനെ വന്നതാണ്. അങ്ങനെ 10 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി. വന്നോളൂ, നടന്നോ, ചെല്ലി. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അതല്ല വിട്ടോ, അതല്ല. ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ റൈറ്റ് പിടിച്ചു, റൈറ്റ് പിടിച്ചു പോ. എന്തായാലും വീട്ടിലെത്തുമ്പോ വരും കേട്ടോ. ഔട്ടോ ഔട്ടോ. വെറൈറ്റി ചായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കേ. ആ ആയിക്കോട്ടെ. വേണ്ട വേണ്ട വേണ്ട. ഓരോ നമ്പറുമായിട്ട് രാവിലെ ഇങ്ങ് വരല്ലേ. നിങ്ങൾ ഓരോ രാഷ്ട്രീയക്കാരുടെ പരിപാടി തന്നെ. ചായ കുടിക്കാൻ വേണ്ടി ഓരോ നമ്പറുമായിട്ട് വരും. ടെൻഷൻ അടിക്കണം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ ചായ തരില്ല. ഞാൻ പറഞ്ഞേക്കാം. ഇത് അതല്ല, സീറ്റ് കിട്ടിയില്ല, അത് കാരണം പുറത്താക്കി. അതിന്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ. താമസിച്ചിരിക്കണ. അതല്ല, ഞാൻ ഇന്നലെ ബസ്സേ വന്നപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടിയില്ല. എന്നെ ആരും പുറത്തിറക്കില്ലല്ലോ. പിന്നെന്താണ്? അയ്യോ ഇത് അതല്ല ചേട്ടാ, പാർട്ടിയിൽ അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അതിന്റെ പേരിൽ ഒരു ചെറിയ കാശ വെച്ച് അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതാ. തനിക്കറിയാമോ, ഞാൻ എന്റെ ചോരയും നീരും കൊടുത്തിട്ടാക്കിയ പ്രസ്ഥാനോട് പുറത്താക്കിയത്. അത് വിട്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അമ്മായിപ്പനെ ആശുപത്രി കിടന്നിട്ട് ഒരു ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ചോര കൊടുക്കാൻ പേടിയായിട്ട് മൂത്രമൊഴിച്ച ആളാണ് ചോര കൊടുക്കണ കേസ് പറഞ്ഞു. അത് വിട്. ഇതൊക്കെ ആരാണ്? അണികളാണ്, അണികള്. പണി തരാതെ നോക്കിക്കോളാം. അങ്ങനല്ല, ഇത് നമ്മുടെ പിള്ളേരാ. ഇതെന്റെ ചങ്ക്, ഇത് കരള്. അപ്പൊ അതാണ് പോട്ടി. ചങ്കും കരളും കഴിഞ്ഞ പിന്നെ പോട്ടിയാണല്ലോ. അങ്ങനെയല്ല, ഞാൻ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന എന്റെ കുഞ്ഞുങ്ങളാണ്. ഞാനാണ് ഇവരുടെ മാർഗദർശി, ഞാനാണ് ഇവരുടെ നേതാവ്. എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ പറയണത് അപ്പുറം ഇപ്പുറം കേൾക്കാതെ എന്റെ കൂടെ പോരും. അതല്ലേ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയപ്പോ ചൂല് പോലെ എന്റെ പുറകെ വന്നത്. അങ്ങനെ വേണം. നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. നേതാവ് എങ്ങനെ എന്ത് പറ്റിയെന്ന് പറ നേതാവിന്. തനിക്കറിയാമോ, ഞാൻ ചോര വേർപ്പും കൊടുത്തുണ്ടാക്കി എന്റെ പ്രസ്ഥാനം കൊടുക്കണമെന്ന് തള്ളിപ്പറഞ്ഞു. അല്പസമയം ഇടവേള. നാടകമല്ലേ? അയ്യോ അല്ല, വേദന കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു സീറ്റിലിടോ. ഇന്നലെ വന്ന ഇൻഫ്ലുവൻസർമാർക്ക്, യൂട്യൂബർമാർക്ക് സീറ്റ് ഉണ്ട്. എന്തിന്? ആ വാട്സപ്പോടെ ടൈമിൽ പിഷാരുടെ കൂടെ നിന്ന് ഞാൻ 2 കോമഡി പറഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടിയാനാണ്. നേതാവിന് കോമഡി പറയാറിയോ? സാറ് സീരിയസ് ആയിട്ട് പറഞ്ഞാല് കോമഡി ആവില്ലേ? എന്തിന്? സെലിബ്രിറ്റി ആയ യുവ നടിമാർക്ക് വരെ സീറ്റ് കൊടുത്തില്ല, എന്നിട്ട് എനിക്ക് സീറ്റ് തന്നില്ല. അവർക്കൊന്നും സീറ്റില്ല. അവർക്ക് സീറ്റില്ല. അവർക്ക് ഹോട്ടൽ ലിസ്റ്റിൽ പേരില്ല. അതാണ് അവർക്ക് സീറ്റും ഇല്ല. വെറുതെ 25,000 രൂപ മേക്കപ്പ് ഇട്ട് ഡബിൾ സാരിയൊക്കെ കൊടുത്ത് പ്രകടന പത്രിക കൊടുത്തിട്ട് ചമ്മി ഇങ്ങ് പോന്നേക്കും. ഇപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനമായത്. അതാണ് നമ്മളെ എന്ത് ചെയ്താലും നല്ല കാര്യങ്ങളായിരിക്കണം ചെയ്യണത്. അതെ. അല്ല, ഈ തട്ടുകടയിലൊന്നും ഇല്ലേ? തട്ടുകടയില് ഒന്നുമില്ല, ദോശ അങ്ങനെ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം എന്നാണെന്നറിയാമോ? നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞു തരാം. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടുകടയിലെ ദോശ പോലെയാ. അതായത് ഇപ്പൊ നമ്മള് ദോശ ഇങ്ങനെ ചുടുവല്ലോ, ചുടു കഴിയുമ്പോ അടിവശം പൊള്ളും. പൊള്ളുമ്പോ നേരെ നമ്മൾ മറിച്ചിടും. അതുപോലെ ആയിരിക്കണം രാഷ്ട്രീയം. പൊള്ളുമ്പോ മറിഞ്ഞേക്കണം. കുട്ടികൾക്ക് മനസ്സിലായ? അവസരത്തിനൊത്ത് മറിയുന്നതാണ് രാഷ്ട്രീയം. ദോശ പറയുന്ന പോലെ അവസരത്തിനൊത്ത് നമ്മൾ മറിഞ്ഞേക്കണം. പിന്നെ ചില രാഷ്ട്രീയം ഉണ്ട് ഈ സാമ്പാർ പോലെയാ. ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാവും. ഘടകകഷ്ണങ്ങളെ ഉണ്ടാകും. ഇപ്പൊ സാമ്പാറിൽ തന്നെ മുരിങ്ങാക്കോല്, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സബോള ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഇങ്ങനെ കുറെ ഘടകകക്ഷികൾ ഉണ്ടാവും. അത് തമ്മിൽ തല്ലി തല കീറി അതങ്ങനെ ഒരു വഴിക്ക് പോകും. അതല്ലേ? അത് അങ്ങനെയാണെങ്കിൽ സാമ്പാറിൽ വേവാതെ കിടന്ന ചേനയാണ് സാറ്.
അതാണ് ചൊറിയും. അതാണ് ചൊറിയുന്നവരെ അവരപ്പ എടുത്ത് കളയും. ഞങ്ങളുടെ പാർട്ടി നല്ല സ്ട്രോങ് ആ. നിങ്ങളുടെ പാർട്ടി ശരിയാ. ഞങ്ങൾ ഈ ദോശയിലൊഴിക്കണ ചമ്മന്തി ഇല്ലേ, അതുപോലെ അതെന്താണ്? ഒഴിക്കും, ഒഴുകി അങ്ങ് പോകും. ഒരൊറ്റ പോകാം. പിന്നെ എപ്പോഴാ കാണുന്നതെന്ന് പറയാൻ പറ്റൂല. എന്റെ ദൈവമേ, ആ ഈ ഇറാൻ എന്തോരം മിസൈലാ വിടുന്നത്. ഒരു മിസൈല് ഉന്നം തെറ്റിയിട്ട് ഇവന്റെ തട്ടുകടയിൽ വന്ന് വീണാൽ നമ്മ ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യം. അല്ല അതെന്നെ വർത്താനം നേതാവ് പറഞ്ഞു. അതന്നെ അതങ്ങനെ പറയണത്. അങ്ങനെയല്ലടാ, ഈ യുദ്ധം നടക്കല്ല. അപ്പൊ ഞാൻ ഈ യുദ്ധത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞതാണ്. ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം എന്ന് പറഞ്ഞാൽ അയ്യോ എന്താ പല്ല. യുദ്ധം ഉണ്ടായി എന്തെങ്കിലും സാധനം പോവും. യുദ്ധം പറയാൻ പറ്റിയ ആൾ നിങ്ങളാ. നിങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാല് എന്ത് ചെയ്യും? അതാരും കാണാതെ അപ്പുറത്തെ പറമ്പിലോട്ട് എടുത്തെറിയും. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ ആ രാജ്യത്തെ ഏതെങ്കിലും ഈ ചീത്തയായ സാധനം കാണില്ല, ബോംബ്, മിസൈല്, ഇതൊക്കെ എടുത്ത് ചീത്തയാകുമ്പോ അപ്പുറത്തെ രാജ്യത്തേക്ക് വലിച്ചെറിയും. അതിന്റെ പേരിൽ അവിടെ യുദ്ധം ഉണ്ടാവും, അടിയും ബഹളവും. ഇതൊക്കെയാണ് യുദ്ധം. യുദ്ധം കാരണം എന്താ പ്രശ്നം അറിയോ? നമുക്ക് ഗ്യാസ് കിട്ടാനില്ല. ആര് പറഞ്ഞു? ഇവിടെ അങ്ങ് ഗ്യാസിന് ഒരു കുഴപ്പമില്ല. ഇവിടെ ഗ്യാസ് ഉണ്ടാ? ഇനി ഇവിടെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഇല്ലെന്നും പറഞ്ഞില്ല, പരാതി പറയരുത്. ഇവിടെ തനിക്ക് എവിടെ നിന്നാണോ ഇത്രപ്പെടുത്ത് ഗ്യാസ്? ഗ്യാസ് ഇരിക്കണ കണ്ടില്ലേ? ബോണ്ട, പരിപ്പ് വട, സകല സാധനം ഇവിടെ ഉണ്ട് ഗ്യാസിനുള്ള. ഇതൊക്കെ ചെറിയ മിസൈല്, ഡ്രോണുകള്, അങ്ങനെയൊക്കെ വരും. അകത്ത് അണുബോംബിരിപ്പുണ്ട്. ആ, ചക്കക്കുരു ആവശ്യം വരുമ്പോ എടുത്ത് ഞാൻ പ്രയോഗിക്കുള്ളൂ. ആവശ്യം വരുമ്പോ മതി. ഇപ്പൊ അവിടെ വെച്ചേക്ക്. അല്ല സാറേ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? തീരുമാനം എടുക്കണം. അതെ, മറ്റേ പാർട്ടിക്കാര് എന്നെ നോട്ടോട്ടിട്ടുണ്ട്. അയ്യോ തല്ലാനാണോ? തല്ലാനല്ലടോ, എനിക്ക് അവിടെ ഒരു സ്ഥാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഞാൻ അവിടുത്തെ ഒരു മന്ത്രിയാവും. ആണാ? അങ്ങനെയാണെങ്കിൽ നല്ല വകുപ്പന്റെ സാറ് ചോദിച്ചു മേടിക്കണം. അതെ, അത് നമ്മൾ ആലോചിച്ചിട്ട് ഒരു നല്ല വകുപ്പ് ചോദിക്കണം. അങ്ങനെയാണെങ്കിലേ വനം വകുപ്പ് എടുത്താലോ? വനം വകുപ്പ് കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ പഴയ പോലെ മരമൊന്നും വെട്ടാൻ പറ്റില്ല. പിന്നെ ആകെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊമ്പും പുലിത്തോലും ഒക്കെയാണ്. പക്ഷെ ആനയും പുലിയൊന്നും കാട്ടിലില്ല. കാട്ടിലില്ലേ? ഇതൊക്കെ നാട്ടിലിറങ്ങിയൊക്കെയല്ലേ കാട്ടിലിരുത്താനും. വനം വകുപ്പ് വേണ്ടോ? എന്നാ പിന്നെ കായികമാവാം. കായിക ഓടാനും ചാടാനും പഴയ പോലെ ഒന്നും എനിക്ക് വയ്യ. ആ പ്രായാധിക്യത്തിന്റെ കുറച്ച് പ്രശ്നമുണ്ടല്ലോ. ഉണ്ട്. വിദ്യാഭ്യാസം ചോദിക്കുന്നേ. അതിന് സാറിന് വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതുള്ളവർക്ക് ഇത് കൊടുക്കൂല, ഇല്ലാത്തവർക്കേ കൊടുക്കുള്ളൂ. അതാകുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അല്ലടാ, എന്നാലും ഈ ഡെസ്കും ബെഞ്ചും തല്ലിപ്പൊളിക്കാനും കമ്പ്യൂട്ടർ ഓട്ടിക്കാനൊന്നും എനിക്ക് വേറൊരു വകുപ്പുണ്ട്, PWD. ആ, അത് കറക്റ്റ് ആയിരിക്കും. PWD, പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. സാറാണെങ്കിൽ എല്ലാ വീട്ടിലും പോയി പാത്രം കഴുകി അങ്ങ് മാതൃകയാകുമല്ലോ. മനസ്സേ, അതല്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി ഉദ്ദേശിച്ചത് തെറ്റിപ്പോയതാ, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ സാറേ ഞാൻ പറയണത് ഈ വകുപ്പ് വേണ്ട. ഒഴിവാക്കലായിരിക്കും നല്ലത്. ആയ കൊള്ളാത്ത സാധനം നമ്മൾ ഒഴിവാക്കി വിടും. പിന്നെ ഇത് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റും? അഥവാ ഇൻ കേസ് ആ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് എനിക്കൊരു വകുപ്പേ എന്റെ മുന്നിലുള്ളൂ. മുഖ്യമന്ത്രിയാകാം. എന്ത് മുഖ്യമന്ത്രി? അല്ല, ഒന്നും മുഖ്യമന്ത്രിയല്ല. ഞാൻ ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാം. ഞാൻ പോട്ടെ. നടക്കാത്ത അല്ല, പോലെ അല്ല, ഒരു മനുഷ്യനായ ഒരു നാണം വേണം. ഞാൻ ഒരു കാര്യം കേട്ടു, ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ എടുത്തില്ല, അങ്ങോട്ട് ചെന്ന് കേരള മുഖ്യമന്ത്രി ഇപ്പൊ ഉണ്ടാക്കാൻ ഉളുപ്പ് വേണം. ഉടുപ്പുണ്ട്. ഉടുപ്പല്ലെന്ന് ഉളുപ്പ്. രാഷ്ട്രീയക്കാർക്ക് ഉടുപ്പ് പാടില്ല. പാടില്ല. തരില്ല. തരില്ലെന്ന്. താടിക്കരുതായിരിക്കുന്നു. ഹലോ, ആണോ? ഓ, വരൂ സാർ. ശരി ശരി. മനസ്സേ, എന്താ സാർ? ആരാ വിളിച്ചത്? എതിർ പാർട്ടിന്നാ. എന്ത് പറഞ്ഞു? എനിക്കൊരു സ്ഥാനം തരാന്ന്. അയ്യേ, എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഞാൻ പോകുന്നു. എന്നെ മറന്നട്ടാ. പിന്നെ സാറിന് ഒരു സീറ്റും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കുത്തിയടിച്ച് വെക്കുന്നേ? അല്ലേ പിന്നെ വനജെ, ഞാൻ നിന്റെ മാർഗദർശിയാണ്. മോശം മോശം ഭയങ്കര മോശം. ഇതുപോലുള്ള അണികളെ വിശ്വസിക്കാൻ പാടില്ല. കുലം കുത്തിയാണ് അവള്. വർഗവഞ്ചക. ഹലോ, അടി. അതെ, നമ്മുടെ എതിർ പാർട്ടിയാ. എനിക്ക് മണ്ഡലത്തില് സീറ്റ് ഉണ്ടെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാൻ നോക്കടിച്ചു.
എന്നെ മറന്നിട്ട് നമ്മുടെ പ്രസ്ഥാനത്ത് മറന്നിട്ട് എടാ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അതിന് നിങ്ങൾ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. എനിക്ക് എന്റെ കാര്യം നോക്കണ്ടേ? അപ്പോ അനുഗ്രഹിച്ചേട്ടാ. അയ്യോ, അനുഗ്രഹം ചോദിക്കാൻ നോക്കണം. പറഞ്ഞിട്ടാരില്ല, നിങ്ങളല്ലേ പറഞ്ഞത് അണികളാണ് ചങ്കങ്കാരലാണ്. ഇപ്പൊ എന്ത് പറഞ്ഞു? ഒറ്റണത്തിനെ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കാൻ കൊള്ളൂല, അതാണ്. അവരൊക്കെ കാര്യം വന്നപ്പോ മറിഞ്ഞത് കണ്ട. ആ, അതാണ്. താനിച്ചറ്റകള് എടുക്കരുത്, എടുക്കരുത്. മറ്റേ പാർട്ടിക്കാരായിരിക്കും, എടുക്കരുത്. അവർക്ക് എടുക്കാൻ എനിക്ക് എടുക്കണത്. അല്ല, എടുക്കരുത്, എടുക്കരുത്. ഞാൻ എടുക്കും. അല്ല, എടുക്കരുത്. നിങ്ങൾ പറഞ്ഞാൽ എടുക്കരുത്. എനിക്കിത് മന്ത്രിപദമാണ്, ഞാൻ എടുക്കും. അല്ല, പ്രിയ ഉപഭോക്താവേ, നിങ്ങളുടെ പ്ലാൻ അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള സേവനത്തിനായി ഉടൻ തന്നെ റീചാർജ് ചെയ്യുക. സംഭവം എന്നാണെന്ന് മനസ്സിലായ? നിങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. നിങ്ങൾ ആർക്കും വേണ്ട ഇനി. നിങ്ങൾ ഇനി ആർക്കും വേണ്ട. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, വല്ല പണിക്കും പോയിക്കൂടെ? എനിക്ക് പണിയൊന്നും പറഞ്ഞുകൂടാ. പണി കൊടുക്കാൻ അറിയാല്ല. അറിയാം. പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യും. ആ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതിൽ പോയി കിടന്നു. അയ്യ, അത് വേസ്റ്റ് അല്ലേ? ആ, വേസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള സാധനമൊക്കെ അവസാനം ചീഞ്ഞു പൂഴ്ത്തു കഴിയുമ്പോ ജനങ്ങൾ പറയണ പേരാണ് വെറും വേസ്റ്റ്. അയ്യേ